പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ മന്ത്രിസഭാ തീരുമാനം. പുതിയ ഹർജി നൽകണമോ പഴയ ഹർജി മെൻഷൻ ചെയ്യണമോ എന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് ജനറൽ തീരുമാനമെടുക്കും. ഭരണഘടനാ വിരുദ്ധമായ നിയമം റദ്ദാക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെടുകയെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. CAA നിയമത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിനൊപ്പം നിയമപോരാട്ടം ശക്തിപ്പെടുത്താനുമാണ് സർക്കാർ തീരുമാനം. അതിവേഗം സുപ്രീം കോടതിയെ സമീപിക്കാനാണ് മന്ത്രിസഭ എടുത്ത തീരുമാനം. നിലവിൽ കോടതിയിലുള്ള ഹർജി മെൻഷൻ ചെയ്യണമോ പുതിയത് നൽകണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ AG മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. അടിയന്തരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീം കോടതിന് മുൻപിൽ വയ്ക്കാൻ നേരത്തെ ഇത് നടപ്പിലാക്കില്ല എന്ന് കേരളം എടുത്ത നിലപാടിനനുസൃതമായി അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ഡൽഹിയിലുണ്ട്. അദ്ദേഹം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സീനിയർ കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു. അവരുമായി ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിൽ നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള കാര്യം തുടർച്ചയിൽ ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പൗരത്വ നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിലെ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പി രാജീവിന്റെ പ്രതികരണം ഇതായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡ് നോക്കിയാലും CRPC ആയാലും മുദ്രാവാക്യം ഏതെന്ന് നോക്കിയിട്ടല്ല വകുപ്പുകൾ വരിക. ആ ഏത് ആക്ഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വേറെ പരിശോധിക്കാം. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തി പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണ് പ്രതിപക്ഷ നീക്കമെന്നും പി രാജീവ് ആരോപിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.